മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നുള്ള ചിന്തകളായിരുന്നു ഷെയർ ചെയ്ത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ ക്രിസ്തീയ ജീവിതത്തിലെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തോ അല്ലാതെ ദൈവത്തിൻ്റെ ഫേവർ നമ്മളിലുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ബിൽഡിംഗ് അപ്പാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ എപ്പിസോഡെല്ലാം ക്രിസ്തീയ തലത്തിൽ നമ്മൾ ഓരോ ലെവലിലേക്ക് ദൈവം നമ്മളെ ബിൽഡ് ചെയ്യുന്നതാണ് നമ്മൾ എടുക്കുന്നത്. ഇന്ന് നമ്മൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടോ എന്നതിൻ്റെ തെളിവിനെ കുറിച്ച് ബൈബിളിൽ നിന്ന് ചില ഇൻസിഡൻസ് എടുത്തിട്ട് നമ്മൾ നോക്കുകയാണ്, നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതാണോ എന്നുള്ളത്. എല്ലാത്തിനും നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലെ അബ്രഹാമിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണാം, അബ്രഹാമിനെ ദൈവം വിളിച്ചു. തൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ടിട്ട് ഞാൻ നിന്നോട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അവനെ വിളിച്ചിറക്കിയിട്ട് അവനോട് പറയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ അനുഗ്രഹമായിരിക്കും. നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തു നിന്നൊക്കെ പോകുവാൻ പുറപ്പെട്ട കനാൻ ദേശത്തെത്തി. ഇവിടെ നമുക്കിവിടെ കാണാം, അബ്രഹാം തൻ്റെ ഭാര്യ സാറായി, കസിൻ ബ്രദറായിട്ടുള്ള ലോത്തിനെയും അവൻ്റെ എല്ലാ ആടുകളെയും ആളുകളെയും അവൻ്റെ സമ്പത്തെല്ലാം അവൻ സമ്പാദിച്ചതെല്ലാം കൂട്ടിയാണ് അവൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇവിടെ ലോത്തിനെ ദൈവം വിളിച്ചായിട്ടൊന്നും കാണുന്നില്ല, അബ്രഹാമിനെയാണ് ദൈവം വിളിച്ചത്. ലോത്ത് അബ്രഹാമിനോട് ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം അബ്രഹാമിനോടൊപ്പം പുറപ്പെട്ടു. ഇവിടെ അബ്രാം എന്നുള്ളൊരു വാക്ക് പിന്നീട് അബ്രഹാമായിട്ട് മാറ്റിയൊക്കെ നമുക്കറിയാം. 11:30 അവരെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട്. അവൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു. തേരൻ്റെ കുടുംബത്തിലെ ഈ വിഗ്രഹങ്ങളുടെ പുറകെ നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ ദൈവം മാർക്ക് ചെയ്ത് അപ്പോയിൻ്റ് ചെയ്തു. ഇതെല്ലാം നമ്മളെ കാണുന്നുണ്ട്. എന്നാലും അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ല. അബ്രഹാമിനെ വിളിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ അറിയാം, ദൈവത്തെ വലിയ വിശ്വാസത്തോടുകൂടിയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴികളിൽ ജീവിക്കുമ്പോഴും ഒന്നുമല്ല അബ്രഹാമിനെ വിളിച്ചത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ പോലും ഇല്ലാതെ ഒരു രീതിയിൽ അപ്പൻ്റെ വിഗ്രഹങ്ങളുമായിട്ടൊക്കെ ജീവിക്കുന്ന സമയത്താണ് വിളിച്ചത്. ദൈവം നിങ്ങളുടെ ജീവിതം സ്മൂത്ത് അല്ലാതിരിക്കുമ്പോഴും ദൈവം നിങ്ങളെ വിളിക്കാം. കാരണം ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് ആണോ നിങ്ങൾ ജീവിക്കുന്നത് എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെയും ദൈവം നിങ്ങളെ വിളിക്കാം. കാര്യം ഈ അബ്രഹാമിൻ്റെ ലൈഫിൽ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 20:2 ചെല്ലുമ്പോഴത്തേക്ക് അബീമേലെക്കിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന കാര്യം നമുക്കറിയാം. അബീമേലെക്കിൻ്റെ അരികിൽ ചെന്നപ്പോൾ ഭാര്യയെക്കുറിച്ച് അവൾ എൻ്റെ പെങ്ങളെന്ന് കള്ളം പറയും. കള്ളം പറയുന്ന സ്വഭാവം അബ്രഹാമിനുണ്ടായിരുന്നു അല്ലേ. അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ്റെ ബാലനായ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാവാത്ത ഭാര്യയെ സാറായെ ഇവിടെ അബീമേലെക്കിന് കൊടുക്കുന്ന ഒരു ഭാഗം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ഇങ്ങനെ അബ്രഹാം തൻ്റെ ഭാര്യയെക്കുറിച്ച് അവൾ എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞു. അന്നേരം അവിടെ ഗെരാർ രാജാവെ അബീമേലെക്ക് ആളയച്ച് സാറായെ കൊണ്ടുപോയി. അന്നേരം സാറായെ അബീമേലെക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണും. 20:3 വന്നപ്പോഴേ സ്വപ്നത്തിൽ കൂടി ദൈവം അബീമേലെക്കിനോട് ഇടപെടുകയാണ്. നീ എടുത്ത സ്ത്രീ ആരാണ്, നീ എന്ന് എടുത്ത സ്ത്രീ നിമിത്തം നീ മരിക്കും, അവളൊരു പുരുഷൻ്റെ ഭാര്യ എന്ന് അരുളിച്ച്. ഇവിടെ ദൈവമായിട്ടൊരു ഡിസ്കഷൻ നടക്കുകയാണ്. പിന്നീട് താഴോട്ടുള്ള ഭാഗങ്ങളിൽ ഇവരുമായിട്ടുള്ള ഡിസ്കഷൻസും അതിനുശേഷം 7-ാം വാക്യത്തിലേക്ക് 20:7 വരുമ്പോഴത്തേക്ക് നമുക്കറിയാം,
ഈ മനുഷ്യൻ്റെ ഭാര്യയെ, ആ പുരുഷൻ്റെ ഭാര്യയെ മടക്കി കൊടുക്കുക എന്ന് പറഞ്ഞു. ആൻഡ് അതിനകത്ത് പറയുന്നതാണ്, അവൻ ഒരു പ്രവാചകനാകുന്നു, നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. ഇവിടെ ഒരു നമ്മളറിയാത്തൊരു ചിന്ത, നമ്മളെ അത്രയും ശ്രദ്ധിക്കാത്തൊരു ചിന്ത ഇവിടെ വരികയാണ്. അബ്രഹാമിനെ ഒരു പ്രവാചകനായിട്ട് ഇവിടെ വിളിക്കുകയാണ്. ഹി ഈസ് കോൾഡ് ആസ് എ പ്രൊഫറ്റ്. അബ്രഹാം പ്രവചനമൊന്നും നേരത്തെ നടത്തിയിട്ടില്ല, എന്നാൽ ഇവിടെ അബ്രഹാമിനെ ഒരു പ്രൊഫറ്റായിട്ട് വിളിക്കുന്നതായിട്ട് കാണും. കാരണം എന്താണ്? അബ്രഹാം വിളിച്ചപ്പോഴേ ഒബേ ചെയ്തു. അവനെ വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുകയാണ്. ഹീസ് ദ ഫൗണ്ടർ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ഫൗണ്ടറാണ്. ആദ്യത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ആദ്യം വന്നത് ആബേലായിരുന്നു. എബ്രായർ 11:4 വിശ്വാസത്താൽ ആബേൽ ദൈവത്തിന് കായിൻ്റെ ഉത്തമമായി യാഗം കഴിച്ചു. ഫസ്റ്റ് മാനാണ്. എന്നാൽ ഈ ഫസ്റ്റ് മാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ആദ്യം ഉള്ള മനുഷ്യനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുന്നില്ല എന്ന് നമ്മളെ കാണും. ശലോമോനെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ ഹി വാസ് നോട്ട് ദ ഫാദർ ഓഫ് വിസ്ഡം. അവന് എല്ലാ ജ്ഞാനവും ഉണ്ടായിരുന്നു, എന്നാൽ വിസ്ഡത്തിൻ്റെ ഫാദർ എന്ന് ശലോമോനെ വിളിക്കുന്നില്ല. ഫാദർ ഓഫ് വിസ്ഡം, എല്ലാ ജ്ഞാനത്തിൻ്റെയും അപ്പൻ എന്ന് പറയുന്നത് ദാനിയേലാണ്. എന്നാൽ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ ബൈബിളിൽ ശലോമോനാണ്. ഹീ ഈസ് ദ ഫൗണ്ടർ ഓഫ് വിസ്ഡം. അവനെ വിസ്ഡത്തിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ, പരിജ്ഞാനത്തിൻ്റെ ഫൗണ്ടറായിട്ട് നമുക്ക് കാണാം. ഇത് പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എസ്കേൽ 28 ലൂസിഫറിൻ്റെ വിസ്ഡത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ യു ആർ വൈസർ ദാൻ ഡാനിയേൽ നോട്ട് സോളമൻ. ഡാനിയലിനേക്കാളും ബുദ്ധിയുള്ളവനാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു കമ്പാരിസൺ ആണ് പറയുന്നത്. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം ദ മാൻ ഈസ് എ പ്രൊഫറ്റ്. നോട്ട് ഓൺലി എ പ്രൊഫറ്റ്, അവനൊരു പ്രൊഫറ്റ് മാത്രമല്ല, ഒരു പ്രവാചകൻ മാത്രമല്ല, അവൻ്റെ ഭാര്യയെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. നീ അത് ചെയ്തില്ലെങ്കിൽ മരിക്കും. 20:7 പറയുന്നത്. ഇത് ജനസിസ്, ഉൽപ്പത്തി 20:7 പറയുന്നതാണ്, അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരും. നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സോ പ്രൊഫറ്റ് മാത്രവുമല്ല, ഒരു പ്രവാചകൻ മാത്രമല്ല, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലേ? രാവിലെ അവൻ അബ്രഹാമിനെ കണ്ട് തിരികെ ഏൽപ്പിക്കുന്നു. 1000 വെള്ളിക്കാശും ആടുമാടുകളെയും ദാസന്മാരെയും എല്ലാം കൊടുത്തായിട്ട് നമ്മളെ കാണുന്നു. അതിനകത്ത് താഴോട്ട് വായിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാം, 20-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അതുപോലെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഗോഡ് ഹീൽഡ്, ദൈവം അബീമേലെക്കിനെ 17-ാം വാക്യത്തിൽ, അപ്പോൾ ദൈവം അബീമേലെക്ക് അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കി, അവർ പ്രസവിച്ചു. ഇത് വലിയൊരു ഹീലിംഗ് ആണ്. ആദ്യം ബൈബിളിൽ കാണുന്ന ഫസ്റ്റ് ടൈം ഹീലിംഗ് ഇൻ ദ ബൈബിൾ. ഏബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം ആ ഒരു ഹീലിങ്ങിൻ്റെ അനോയിൻറ്റിങ് ക്യാരി ചെയ്യുന്നൊരു വ്യക്തിയാണ് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ വലിയൊരു ഞാനിതാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇന്ന് പ്രധാനമായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാനിലേക്ക് വരികയായിരുന്നത് വരെ. അബീമേലെക്കിൻ്റെ ഭവനത്തിൽ വന്നതിന് ശേഷം ആദ്യം അവിടെ ഒരു ഹീലിംഗ് നടക്കുകയാണ്. ഇവിടെ പറയുകയാണ് 17-ാം വാക്യത്തിലെ, അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കി. എന്തോ സൗഖ്യമാക്കി എന്ന് അവിടെ പറയുന്നത്. അവിടെ ഒരു ഹീലിംഗ് നടക്കുകയാണ്. എന്താണ്? അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇവിടെ പ്രോസ്പെരിറ്റിയും സമൃദ്ധിയും അതുപോലെ ഹെൽത്ത്, ആരോഗ്യവും ഹാൻഡ് ആൻഡ് ഹാൻഡായിട്ട് പോവുകയാണ്. ഹെൽത്ത് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഹെൽത്ത്. 3 യോഹന്നാൻ 1 പറയുന്ന പോലെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും
ശുഭമായും സുഖമായും ഇരിക്കണം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നാം സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ജീവിതത്തിലെ അബീമേലെക്കിൻ്റെ ജീവിതത്തിലും അവൻ്റെ ഭാര്യയും അല്ലെങ്കിൽ അവൻ്റെ ദാസന്മാർ അവരെല്ലാം തന്നെ അവർക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 17-ാം വാക്യത്തിൽ നമ്മൾ നേരത്തെ വായിച്ചാണ്, അവൻ പ്രാർത്ഥിച്ചു, അവർക്ക് സൗഖ്യമായി. 18-ാം വാക്യം വരുമ്പോഴത്തെ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറാ നിമിത്തം യഹോവ അബീമേലെക്കിൻ്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറാ നിമിത്തം യഹോവ അബീമേലെക്കിൻ്റെ ഭവനത്തിലെ ഗർഭമൊക്കെ അടച്ചിരുന്നു. ഇതിൽ നിന്നുള്ള ഒരു വിടുതലാണ് 17-ാം വാക്യത്തിൽ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ദിവസം ഉണ്ടായൊരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇവിടെ നേരത്തെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒന്നും ദൈവത്തിനില്ല. ദൈവത്തിനറിയാമായിരുന്നു അബ്രഹാം ആ ഭവനത്തിൽ വരുമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്നും. അബ്രഹാം പ്രാർത്ഥിച്ചപ്പോഴേ അവിടെ അബ്രഹാമിലൊരു അനോയിൻറ്റിങ് ഉണ്ടായിരുന്നു. അബ്രഹാം ഒരു അനോയിൻറ്റിങ് ക്യാരി ചെയ്തതിനാൽ അബ്രഹാം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സൗഖ്യം വന്നതായിട്ട് കാണുന്നു. ദൈവം തന്നെ പറയുന്നുണ്ട് അബ്രഹാം ഒരു പ്രവാചകനാണെന്നും പറയുന്നു. ഓക്കെ, ഈ 7-ാം വാക്യത്തിലുള്ള പ്രൊഫറ്റിക് വേർഡ്, ദൈവം പറയുന്ന പ്രൊഫറ്റിക് വേർഡ് 7-ാം വാക്യത്തിലുള്ളത്, ഉൽപ്പത്തി 20-ൻ്റെ 7-ാം വാക്യത്തിലുള്ള പ്രൊഫറ്റിക് വേർഡ് 17-ാം വാക്യത്തിൽ ഫുൾഫിൽ ചെയ്യാണ്. അത് നടക്കുകയാണ്. അവൻ്റെ ഭാര്യയും അവൻ്റെ സകല ദാസന്മാരും എല്ലാം സൗഖ്യമാക്കപ്പെടുകയാണ്. അങ്ങനെ ആ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും, ദ ഓൾ ഹൗസ്, അവരെല്ലാവരും, അത് ഒരാൾ മാത്രമല്ല, ആ കുടുംബത്തിലുള്ള എല്ലാവരും കുഞ്ഞുങ്ങളില്ലാതെ അവരുടെ ഗർഭം അടച്ചിരുന്നു. അന്നേരം സാറയെ സംബന്ധിച്ചിടത്തോളം സാറയുടെയും ഗർഭം അടഞ്ഞിരിക്കുക. സാറ എന്ന് പറയുന്ന മച്ചിയായ സ്ത്രീ ആ ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേ ആ കുടുംബത്തിലുള്ള ആ വ്യക്തികളെല്ലാം തന്നെ സംതിങ് ഈസ് ഹാപ്പനിങ്, ഗർഭം ധരിക്കുകയാണ്. ഫസ്റ്റ് തിങ്, ആദ്യം നടന്ന അബ്രഹാം പ്രാർത്ഥിച്ചു, അവിടെ അസുഖങ്ങളൊക്കെ മാറി. അബ്രഹാമിന് സമൃദ്ധിയുടെ മാത്രമല്ല കൃപയുണ്ടായിരുന്നു, രോഗസൗഖ്യത്തിൻ്റെയും വരമുണ്ടായിരുന്നു. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ 21-ാം അധ്യായത്തിലേക്ക് പോകുമ്പോഴേ ഇതുമായിട്ട് ചേർന്ന് തന്നെ 21-ാം 1-2 വാക്യങ്ങളിലെ അനന്തരം യഹോവ, അനന്തരം എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അനന്തരം യഹോവ താൻ അരുളി ചെയ്ത പോലെ സാറയെ സന്ദർശിച്ചു, താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. 2-ാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ വാർദ്ധക്യം ദൈവം അരുളി ചെയ്ത അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. 20-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു പ്രാർത്ഥനയും രോഗസൗഖ്യവും അവിടെ നടന്നതിന് ശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ ഈ രോഗസൗഖ്യവും എല്ലാം തന്നെ സാറയുടെ ജീവിതത്തിലും വരുന്നതായിട്ട് കാണും. 18-ാം അധ്യായത്തിലാണ് പ്രോഫസി പറയുന്നത്. എന്താണ്? ദൈവം സാറയെ വിസിറ്റ് ചെയ്ത് പറയുന്ന പ്രോഫസി. അന്നേരം അബ്രഹാം അബീമേലെക്കിൻ്റെ മേലെ അഭിഷേകം പകർന്നപ്പോൾ അതേ അഭിഷേകം സാറയുടെ മേലും പകർന്നു. ശ്രദ്ധയോടിരിക്കുക. അവൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം ആക്റ്റീവായി. അബ്രഹാം അബീമേലെക്കിൻ്റെ ഭവനത്തിലെ ബാരൻനെസ് മാറ്റിക്കഴിഞ്ഞപ്പോഴേ തൻ്റെ ജീവിതത്തിലും ആ ബാരൻനെസ് മാറി എന്നേ കാണും. അബ്രഹാം ഈ മച്ചിയായ സാറായും കൊണ്ടാണ് നടന്നത്. എന്നാൽ ഈ ബാരൻനെസ്, ഗർഭം ധരിക്കാനുള്ള ഈ കാര്യം മാറാനുള്ള അഭിഷേകം അവനില്ലായിരുന്നു. അല്ലെങ്കിൽ നേരത്തെ പ്രാർത്ഥിച്ചങ്ങ് മാറ്റിയേ പോരായിരുന്നു. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവത്തിൻ്റെ വഴികൾ പ്രവർത്തിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. ഇത് വലിയൊരു റെവലേഷനാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യം നിങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കും.
ഭൗതികമായി അത് ചെയ്യാനായിട്ട് സാധ്യമല്ല. എന്നാൽ ആത്മീയമായിട്ട് നിങ്ങളുടെ ജഡത്തിൻ്റെ കണ്ണുകൊണ്ടും അത് കാണാൻ സാധ്യമല്ല. നിനക്കുള്ള അസുഖം നീ പ്രാർത്ഥിച്ച് സുഖമാകുന്നില്ല, പിന്നെ എന്താ മറ്റുള്ളവരുടെ അസുഖം അങ്ങനെ മാറ്റും? ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, ചില പാസ്റ്റർമാരെ കുറിച്ചൊക്കെ ഇങ്ങനെ ആളിങ്ങനെ പറയുന്നൊരു കാര്യം ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നിനക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, നിനക്കതൊന്നും മാറുന്നില്ല, എന്നാൽ നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ ആത്മാവിൻ്റെ കണ്ണിൽ എനിക്ക് സൗഖ്യം കാണാനായിട്ട് സാധ്യമാവും. ഐ ആം കോൾഡ് എ സീർ, ഞാനൊരു പ്രോഫറ്റായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നവർ മനസ്സിലാക്കുക. പൗലോസ് പറയുന്നു, എന്നെ അനുകരിപ്പീൻ. എന്നെ അനുകരിപ്പീൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ലൈഫ് സ്റ്റൈൽ ഇമിറ്റേറ്റ് ചെയ്യാനല്ല പറയുന്നത്, അത് ഫോളോ ചെയ്യാനല്ല, പിന്നെ അവൻ്റെ വിശ്വാസത്തെ അനുകരിക്കാനാണ് പറയുന്നത്. കാരണം എന്താണ്? ഞാൻ കർത്താവിനെ അനുകരിക്കുന്നു, അതുകൊണ്ട് എന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നാണ് പൗലോസ് പറയുന്നത്. അല്ലാതെ അവൻ്റെ ലൈഫ് സ്റ്റൈൽ, അവൻ ജീവിച്ചതുപോലെയൊക്കെ, അവൻ്റെ ലൈഫ് സ്റ്റൈൽ കുഴപ്പമില്ലായിരുന്നു, എന്നാലും അവൻ്റെ ലൈഫ് സ്റ്റൈൽ പോലെ ജീവിക്കാനല്ല പൗലോസ് ഇവിടെ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ആ മേഖലയിൽ അഭിഷേകം പ്രവർത്തിക്കുന്നില്ല, അതിനാൽ എനിക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് സത്യമല്ല. ഞാനത് വീണ്ടും ഒന്നുകൂടെ പറയാം. എൻ്റെ ജീവിതത്തിലെ ആ മേഖലയിൽ അഭിഷേകം പ്രവർത്തി, ഒരാളൊരു പ്രാർത്ഥിക്കാനൊരു കാര്യം പറയുക, അതായത് അതുകൊണ്ട് എനിക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് സത്യമല്ല. കാരണം എനിക്ക് ഉള്ളത് എന്താണെന്ന് എനിക്ക് റിയലൈസ് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ റിയലൈസ് വാട്ട് ഐ ഹാവ്. എനിക്കുള്ളത് എന്താണെന്ന് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. അത് ആത്മീയമാണ്, ഭൗതികമല്ല. പത്രോസ് സുന്ദരം എന്ന ഗോപുരത്തിൽ ഇരിക്കുന്ന മുടന്തനായ മനുഷ്യനെ കണ്ടിട്ട് അവൻ പണം ചോദിച്ചു. പത്രോസ് പറഞ്ഞ എന്താണ്? എനിക്കുള്ളത് നിനക്ക് തരുന്നു. പത്രോസിനുണ്ടായിരുന്നത് എന്തായിരുന്നു? ഹീലിംഗ് ആൻഡ് അനോയിങ് ആയിരുന്നു പത്രോസിനുണ്ടായിരുന്നത്. എനിക്കുള്ളത് നിനക്ക് തരുന്നു. അത് ഭൗതിക കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധ്യമല്ല. അത് ദൈവം നിങ്ങളിൽ ഇട്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നില്ല എന്നതിനാൽ അത് നിങ്ങൾക്ക് ഇല്ല എന്നർത്ഥമല്ല. എന്നാൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കും. പ്രയാസത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വിടുതൽ, അവർക്ക് ഞാൻ ചിലപ്പം പ്രയാസത്തിലായിരിക്കും ഇരിക്കുന്നത്, എന്നാൽ ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് വിടുതൽ വരുന്നു. ദൈവം നിന്നെ ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ട് കാണുന്നു. ചില വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. സംതിങ് ഹയർ ഈസ് കമ്മിങ് ടു യു. നിങ്ങൾ തുറന്ന മനസ്സോടെ അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ താമസം എന്ന് വിചാരിക്കുന്നത് പെട്ടെന്ന് വരും. ചില ആളുകൾ മറ്റുള്ളവർക്ക് വലിയ പ്രയോജനമാണ്, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കുന്നില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല? അതുകൊണ്ട് നിങ്ങൾ സെൽഫിഷ് ആകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വൈമനസ്യം കാണിക്കും. എന്നാൽ അബ്രഹാമിൻ്റെ കേസ് നോക്കി, ദൈവം അവനോട് പറഞ്ഞ അബീമേലെക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ പ്രാർത്ഥിച്ചു, രണ്ടുപേർക്കും വിടുതൽ വന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ദൈവം വിസിറ്റ് ചെയ്യാണ്. ഇൻ ദിസ് സീസൺ, ജസ്റ്റ് ലൈക്ക് ഗോഡ് വിസിറ്റഡ് സാറ, ദൈവം നിങ്ങളെ കൈ പിടിക്കുന്നു, ദൈവം നിങ്ങളെ മാർക്ക് ചെയ്യുന്നു, ദൈവം നിങ്ങളെ ചൂസ് ചെയ്യുന്നു. എന്നാൽ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ദൈവം തിരഞ്ഞെടുത്തു, ഒരു പ്രത്യേക സംരക്ഷണം നൽകുകയാണ്. പല സമയങ്ങളിലും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ കൈ നിങ്ങൾക്ക് കാണാം. പഴയ നിയമത്തിലെ ആർക്ക് ഓഫ് കവനന്റ് അത് കൊണ്ടുപോയപ്പോൾ അത് താഴെ വീഴാൻ ശ്രമിച്ചപ്പോഴേ ഉസിയാവ് കയറി പിടിച്ചു. നമുക്കറിയാവുന്നതാണ്. അത് നല്ല ഉദ്ദേശത്തിലായിരുന്നു, എന്നാൽ നിയമം തെറ്റിച്ചു, അവൻ മരിച്ചു. ദാവീദും കൂടെയുള്ളവരും ആലയത്തിൽ പോയി പുരോഹിതന്മാരുടെ അപ്പം ഭക്ഷിച്ചു. യേശു മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് കോട്ട് ചെയ്യുന്നു. ദാവീദ് മാത്രം എന്തുകൊണ്ട് മരിച്ചില്ല? ബിക്കോസ് ഹി ഹാസ് ചോസൺ. അവനെ തിരഞ്ഞെടുത്താണ്, ദൈവത്തിൻ്റെ കൈ അവൻ്റെ മേലുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ അബ്രഹാമിന് കുഞ്ഞില്ലായിരുന്നു, എന്നാൽ അവൻ വിളിക്കപ്പെട്ടവനാകിയാൽ ദൈവത്തിൻ്റെ കരം അവനോടെ ഉണ്ടായിരുന്നു. പണ്ടുള്ള കാര്യങ്ങൾ ഒന്നും പറഞ്ഞാൽ ഇന്നത്തെ സഭ അത് മനസ്സിലാക്കുകയില്ല. കാരണം പിശാച് ഒരു അൺബിലീഫ്, ഒരു അവിശ്വാസം അവിടെ ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അബ്രഹാമിന് അത് സാധിച്ചു, എന്നാൽ ഇന്ന് ഇത് ഒന്നും നടക്കുകയില്ല എന്ന് പറഞ്ഞ് നമ്മളെ തള്ളിക്കളയാണ്.
എനിമി വാണ്ട്സ് ടു ക്വസ്റ്റ്യൻ ഗോഡ്. ദൈവത്തെ എപ്പോഴും ഈ ശത്രു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മുടെ ജീവിതങ്ങളിൽ എന്തുകൊണ്ട് ഇത് വരുന്നില്ല? കാരണം നമുക്കത് കാണാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരാത്തത്. അവിടെ നമ്മുടെ ദൈവത്തിൻ്റെ പ്രസൻസിൽ നമ്മൾ ഇരിക്കുമ്പോഴേ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലിരിക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരുമ്പോഴേ നമുക്കറിയാം, ദൈവം അവനോട് പറഞ്ഞിരുന്നു നിനക്ക് സന്തതി ഉണ്ടാവും. അവന് സന്തതി ഇല്ലായിരുന്നു, എന്നാൽ സന്തതി ഉണ്ടാവും. എന്നാൽ ദൈവത്തിൻ്റെ പ്രോമിസ്, അവൻ്റെ വാഗ്ദത്തത്തിൽ അവൻ വീണ്ടും ആശ്രയിച്ച് നടക്കുമ്പോഴാണ് അത് മെറ്റീരിയലൈസ് ചെയ്യുന്നത്, അത് വരുന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങളുടെ ഉള്ളിലിട്ടിരിക്കുന്ന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഇറ്റ് ഈസ്. അത് വലുതാണ്, ബിഗറാണ്. അബ്രഹാമിന് ബാരനായ മച്ചിയായ ഒരു വ്യക്തിയെ ഹീൽ ചെയ്യാനുള്ള അനോയിൻറ്റിങ് ഉണ്ടായിരുന്നു. എന്നാൽ സാറ ബാരനായിരുന്നു. അവൻ്റെ അനോയിൻറ്റിങ് വേറൊരാൾക്ക് യൂസ് ചെയ്യപ്പെട്ടപ്പോൾ ദൈവം അവനെ വിസിറ്റ് ചെയ്യുന്നതായിട്ട് കാണും. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യുമ്പോഴേ, പക്ഷപാതം ചെയ്യുമ്പോഴേ ദൈവം നിങ്ങളെ എടുത്ത് ഉപയോഗിക്കുകയും നിങ്ങളിലുള്ള അനോയിൻറ്റിങ് മുഖാന്തരം മറ്റുള്ളവർ സൗഖ്യമാകുക മാത്രമല്ല, നിങ്ങളുടെ ഭവനത്തിലും അനുഗ്രഹം വന്നു ചേരും. യെസ്, നിങ്ങളെ ദൈവം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടോ? നമ്മുടെ എബിലിറ്റി കണ്ടിട്ടല്ല, ദൈവത്തിന് സന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കപ്പെട്ട് ദൈവത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. അതുകൊണ്ടാണ് ദൈവം അൺക്വാളിഫൈ ഇല്ലാത്ത, യാതൊരു കഴിവുമില്ലാത്ത ആളുകളെ ദൈവം വിളിച്ച് അവരെ ക്വാളിഫൈ ചെയ്യുക, അവർ കഴിവാക്കിയിട്ട് അവരെ കപ്പാസിറ്റേറ്റ് ചെയ്യുകയാണ്, അവർക്ക് ശക്തി കൊടുക്കുകയാണ്, അവർക്ക് ബലം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് അതോറിറ്റി കൊടുക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുമോ നിങ്ങൾ വിളിച്ചതാണെന്ന്? യെസ്, യു ആർ കോൾഡ്. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് വിട്ടുകൊടുക്കുമോ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കുമോ? ദൈവം നിങ്ങളെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളൊന്ന് വിട്ടുകൊടുക്കുമോ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളൊന്ന് വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ദൈവം നിങ്ങളെ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങളെ ക്വാളിഫൈ ചെയ്യും, നിങ്ങളെ കപ്പാസിറ്റേറ്റ് ചെയ്യും, നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങൾക്ക് അതോറിറ്റി തരും മറ്റുള്ളവർക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യാൻ. നിങ്ങൾ പലരും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ലേ? അതുപോലെ തന്നെ നിങ്ങളിന്ന് വേറെ പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നിങ്ങളെ ആക്കിയിരിക്കും. അത് നിങ്ങളൊരിക്കലും മറന്നു പോകണം. ചിലപ്പോൾ അവർക്ക് വേണ്ടി, നിങ്ങളില്ലാത്ത കാര്യമായിരിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോഴേ അവർക്ക് വലിയൊരു വിടുതൽ വരും. അവരുടെ ജീവിതത്തിൽ വിടുതൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലും വിടുതൽ വരും. ഇതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്. നമ്മൾ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ ഇനി ഒരുപാട് പഠിക്കും. എന്നാൽ ഇതൊരു ബൈബിളിലൊരു ലോയാണ്. നമ്മൾ എപ്പോഴും സുഖമായിട്ട് ശുഭമായി ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ മറ്റുള്ളവരും ആഗ്രഹിക്കുന്നു. ചിലപ്പോഴേ നിങ്ങളെ ആയിരിക്കും തിരഞ്ഞെടുത്ത മറ്റുള്ളവരെ വിടുതൽ കൊടുക്കാൻ. അയ്യോ ഞാനൊന്നുമില്ലല്ലോ എന്നുള്ളതല്ല, ദൈവസന്നിധിയിലെ നിങ്ങൾ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴേ ആ അഭിഷേകം നിങ്ങളിലേക്ക് വരും. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അബ്രഹാമിനെ വിളിച്ച് അനോയിന്റ് ചെയ്ത് പ്രവാചക ദൗത്യം ഏൽപ്പിച്ച് വിട്ടതുപോലെ, അവൻ്റെ ജീവിതത്തിൽ കുറവുണ്ടായിരുന്നു കർത്താവേ, എന്നാൽ അത് വിട്ടതുപോലെ കർത്താവേ ഈ ദിവസങ്ങളിൽ ഞങ്ങളെയൊക്കെ നീ വിളിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വിടുന്ന ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നന്മ കണ്ടിട്ടും ഞങ്ങളിലെ വലിയ ദൈവസന്നിധിയിൽ വലിയ രീതിയിൽ ജീവിക്കുന്ന കണ്ടിട്ടൊന്നുമല്ല, എന്നാൽ ഞങ്ങളുടെ പോസിബിലിറ്റീസ് കണ്ടിട്ടാണ് നീ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ കൂടി വലിയൊരു വിടുതൽ നീ പലർക്കും കൊടുക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിലൊരു വിടുതലായി തീരാൻ കർത്താവ് കൃപയൊരിക്കലും സഹായിക്കുകയും ചെയ്യണം. എന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പലരും ഒരുപാട് കാര്യങ്ങൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞില്ലാതെ വിഷമിക്കുന്ന ചിലർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അബീമേലെക്കിൻ്റെ ഭവനത്തിൽ ഒരു ഹീലിംഗ് വന്നു, അബ്രഹാമിൻ്റെ ഭവനത്തിൽ ഒരു ഹീലിംഗ് വന്നതുപോലെ അനേക വർഷങ്ങളായി കുഞ്ഞില്ലാതെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഒരു ഹീലിംഗ് വരട്ടെ. നിങ്ങളുടേതായിട്ട് അത് ഏറ്റെടുത്ത് നിങ്ങളൊന്ന് വിശ്വസിക്കുമോ? ദൈവം നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരും, അനുഗ്രഹിക്കും, നിങ്ങളെ നടത്തും. എന്നെ കാണുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ പേഴ്സണലായിട്ടുള്ള വിഷയമാണെങ്കിലും ദൈവം അതിൻ്റെ മധ്യത്തിൽ ഒരു വലിയ വിടുതൽ കൊടുക്കുകയും സൗഖ്യം കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.
നിങ്ങളിത് വാച്ച് ചെയ്യുക, തുടർമാനമായി വാച്ച് ചെയ്യുക. ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റുകൾ വന്ന് ആത്മാവിൽ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.